മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന എം ശിവശങ്കർ ഔദ്യോഗിക പദവികളുടെ യാതൊരു ആനുകൂല്യങ്ങൾക്കും അർഹനല്ലെന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ശിവശങ്കറിനുണ്ടായിരുന്നതെല്ലാം സ്വകാര്യ സാമ്പത്തിക ഇടപാടുകളായിരുന്നു. ഇഡിയുടെ കുറ്റപത്രം നിലനിൽക്കില്ലെന്ന ശിവശങ്കറിന്റെ ഹർജിയിൽ നൽകുന്ന മറുപടിയിലാണ് സ്വകാര്യ സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കുക. ഹർജി പരിഗണിക്കുന്നത് കോടതി 12-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ തനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്നായിരുന്നു എം ശിവശങ്കർ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ തനിക്കെതിരെ ഇഡിയുടെ നടപടികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി വേണമെന്നും ഇവിടെ കുറ്റപത്രം അപൂർണമായതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇതിനുള്ള മറുപടി അടുത്ത ദിവസം ഇഡി കോടതിയിൽ സമർപ്പിക്കും. ശിവശങ്കറിന്റെ കള്ളപ്പണ ഹവാല ഇടപാടുകളിലെ പങ്കാളിത്തവും പദ്ധതികളിൽ കമ്മീഷൻ കൈപ്പറ്റിയതായും വ്യക്തമായ ശിവശങ്കറിന് ഔദ്യോഗിക പദവികളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ലെന്ന് ഇഡി വ്യക്തമാക്കുന്നു. കുറ്റപത്രം നൽകുന്നതിന് സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി വാങ്ങേണ്ടതില്ലെന്നും ഇഡി കോടതിയിൽ മറുപടി നൽകും. സസ്പെൻഷനിലാണെങ്കിലും ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നാണ് ശിവശങ്കറിന്റെ വാദം. ഇതിനിടെ ശിവശങ്കറിന്റെ സസ്പെൻഷൻ സർക്കാർ 4 മാസത്തേക്ക് കൂടി നീട്ടി. ഇന്നലെയാണ് ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവച്ചത്. ജൂലൈ 17-നായിരുന്നു ശിവശങ്കറിനെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. സെപ്റ്റംബറിൽ 4 മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ IT സെക്രട്ടറിയുമായിരുന്നു എം ശിവശങ്കർ. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ചോദ്യം ചെയ്യപ്പെടാൻ ഊഴം കാത്തു നിൽക്കുന്നവർ. കുറച്ചു കാലം വൈകി കിട്ടിയാൽ അത്രയുമായി എന്ന് വിചാരിക്കുന്നവർ. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണമെന്ന് പറഞ്ഞും അന്വേഷണം നീട്ടാൻ ശ്രമം നടന്നു. പക്ഷേ അങ്ങനെയൊരു അനുമതിയുടെ ആവശ്യമില്ലെന്ന് കസ്റ്റംസിന് നിയമോപദേശം ലഭിച്ചു. അതോടെ ചോദ്യം ചെയ്യലിന് നാളെ ഹാജരായിക്കൊള്ളാമെന്ന് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പൻ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സഭയ്ക്കുള്ളിലുള്ള ഒരാൾക്കെതിരെ ഏത് നിയമ നടപടിക്കും തന്റെ അനുമതി വേണം എന്ന് ആവർത്തിച്ച് സ്പീക്കറും ശാഠ്യം തുടർന്നു. 7-ാം തീയതി നൽകിയ വാർത്തയിലേക്ക്. സ്പീക്കറുടെ സ്റ്റാഫിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണമെന്ന് നിർദ്ദേശിച്ചുള്ള കത്താണ് ഇന്നലെ നിയമസഭാ സെക്രട്ടറി കസ്റ്റംസിന് നൽകിയിരുന്നത്. സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പനെ ചോദ്യം ചെയ്യാൻ 2 തവണ നോട്ടീസ് നൽകിയതോടെയായിരുന്നു കസ്റ്റംസ് നീക്കങ്ങൾക്ക് തടയിടാൻ നിയമസഭാ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് നൽകിയത്. എന്നാൽ APSനെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണ്ടെന്ന നിയമോപദേശം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പന് വീണ്ടും കസ്റ്റംസ് നോട്ടീസ് അയച്ചതോടെയാണ് നാളെ ഹാജരാകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം നടക്കുന്നത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചു. നിയമസഭാ മന്ദിരത്തിന് അകത്തു കയറി ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുമ്പോഴോ നിയമസഭാ വളപ്പിലെ നടപടികൾക്കോ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂവെന്നാണ് കസ്റ്റംസിന് ലഭിച്ച നിയമോപദേശം. എന്നാൽ സഭാചട്ടം 165 പ്രകാരം നിയമസഭയ്ക്കുള്ളിലുള്ള ഒരാൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ തന്റെ അനുവാദം വേണമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ചു. ഇതാണ് നിയമസഭാ സെക്രട്ടറി വിശദീകരിച്ചതെന്നും സ്പീക്കർ പറഞ്ഞു. ഒരു അന്വേഷണത്തെയും നിയമസഭാ സെക്രട്ടറി തടസ്സപ്പെടുത്തില്ല. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെയും നിയമസഭയുടെയും ഇൻറ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയും നിലനിർത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്ന നിലയിൽ വന്നാൽ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തില്ല. അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് നിയമസഭാ സെക്രട്ടറി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചട്ടം 165 വളരെ ക്ലിയറാണ്. ഇതിനകത്തുള്ള ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ലീഗൽ ആക്ഷൻ നടത്തണമെങ്കിൽ സ്പീക്കറുടെ പെർമിഷൻ വേണമെന്നാണ്. ഇതിനകത്തുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് നോട്ടീസ് സർവ് ചെയ്തത്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നലില്ല. മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നല്ലാതെ ഒരു വിവരം എൻ്റെ അടുത്തില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് 100% വിശ്വാസമുണ്ട്. എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. ഒരു തരത്തിലും എനിക്കൊരു ശതമാനം ആശങ്കയില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം ഒരു ഇഞ്ച് ഞാൻ തലമുടിക്കില്ല. ചൊവ്വാഴ്ച ഹാജരാകാനായിരുന്നു സ്പീക്കറുടെ APSനോട് കസ്റ്റംസ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നലെ വീണ്ടും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലെത്താൻ നോട്ടീസ് നൽകിയെങ്കിലും ഒഴിഞ്ഞുമാറി. എന്തെങ്കിലും കാരണങ്ങൾ നിരത്തി നാളെയും ഹാജരായില്ലെങ്കിൽ കസ്റ്റംസ് കർശന നിയമ നടപടികളിലേക്ക് കടക്കും. ഡോളർ കടത്തിൽ സ്വപ്ന സുരേഷ് നൽകിയ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെതിരായ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം സ്പീക്കറുടെ APS K. അയ്യപ്പനെ ചോദ്യം ചെയ്യുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം സ്പീക്കറെയും സമൻസ് നൽകി വിളിച്ചു വരുത്താനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ. ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന് കസ്റ്റംസ് ഉടൻ സമൻസ് നൽകും എന്ന വാർത്ത ഞങ്ങളുടെ റിപ്പോർട്ടർ ജിജീഷ് കരുണാകരൻ 7-ാം തീയതി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചു. സമൻസിനുള്ള നടപടിക്രമങ്ങളിൽ വ്യക്തത വരുത്താൻ കസ്റ്റംസ് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ നിയമോപദേശം തേടി. മുൻകാല സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ അടക്കം പരിശോധിക്കാനും തീരുമാനമായി.
ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായർ ഉൾപ്പെടെ 4 പ്രതികളുടെ NIA രേഖപ്പെടുത്തിയ രഹസ്യമൊഴിക്കായി കസ്റ്റംസ് അപേക്ഷ നൽകി. സമൻസിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, നിയമവശങ്ങൾ എന്നിവയിലാണ് കസ്റ്റംസ് വീണ്ടും വ്യക്തത തേടിയത്. അനുബന്ധ കേസുകളിലെ മുൻ സുപ്രീം കോടതി നിർദ്ദേശങ്ങളും പരിശോധിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് സമൻസ് നൽകിയാൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകൾ കൂടി മനസ്സിലാക്കിയാണ് കസ്റ്റംസ് നീക്കങ്ങൾ. സ്പീക്കറെ ചോദ്യം ചെയ്യുന്നതിൽ നിയമതടസ്സങ്ങൾ ഇല്ലെന്നായിരുന്നു നേരത്തെ കസ്റ്റംസിന്റെ അഭിഭാഷകർ നൽകിയ നിയമോപദേശം. എന്നാൽ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയതിന് പിന്നാലെ നിയമസഭാ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി APSനെ വിളിപ്പിക്കാൻ സ്പീക്കറുടെ അനുമതി വേണമെന്ന കത്ത് നിയമസഭാ സെക്രട്ടറി കസ്റ്റംസിന് നൽകിയിരുന്നു. ഇതിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന് സമൻസ് നൽകുന്നതിന് മുമ്പ് ASG ഓഫീസിന്റെ കൂടി നിയമോപദേശം തേടാനുള്ള നിർദ്ദേശം കസ്റ്റംസിന് ലഭിച്ചത്. ASG ഓഫീസിൽ നിന്നുള്ള നിയമോപദേശങ്ങൾ കൂടി ലഭിച്ചാൽ സ്പീക്കർക്ക് വേഗത്തിൽ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായരുടെ ഉൾപ്പെടെ NIA രേഖപ്പെടുത്തിയ 4 പ്രതികളുടെ രഹസ്യമൊഴിക്കായി കസ്റ്റംസ് കൊച്ചി NIA കോടതിയിൽ അപേക്ഷ നൽകി. വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കസ്റ്റംസ് ആവശ്യപ്പെട്ടു. ഒടുവിൽ എല്ലാ പഴുതുകളും അടഞ്ഞപ്പോൾ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കസ്റ്റംസിന് മുമ്പിൽ ഹാജരായി. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 9 മണിക്കൂർ നീണ്ടു. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറുടെ പങ്ക് സംബന്ധിച്ച് സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയത്. പുലർച്ചെ ഔദ്യോഗിക വാഹനത്തിൽ ഗസ്റ്റ് ഹൗസിലും അവിടെ നിന്ന് ഓട്ടോയിൽ കസ്റ്റംസ് ഓഫീസിലും എത്തുകയായിരുന്നു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 7 മണി വരെ നീണ്ടു. ചോദ്യം ചെയ്യലിനോട് അയ്യപ്പൻ സഹകരിച്ചതായും ആവശ്യമായ മൊഴികൾ ഇയാളിൽ നിന്നു ലഭിച്ചതായുമാണ് സൂചന. സ്പീക്കറുടെ ഇടപാടുകൾ, യാത്രകൾ തുടങ്ങിയവ സംബന്ധിച്ച അറിയാവുന്ന കാര്യങ്ങൾ അയ്യപ്പൻ അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. നേരത്തെ 2 തവണ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. സ്പീക്കറുടെ അനുമതിയില്ലാതെ സ്റ്റാഫ് അംഗത്തെ ചോദ്യം ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കി നിയമസഭാ സെക്രട്ടറി നൽകിയ കത്തിന് കസ്റ്റംസ് നിയമോപദേശം തേടിയ ശേഷം വിശദമായ മറുപടി നൽകിയതോടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. അന്വേഷണ സംഘത്തോട് അയ്യപ്പൻ സഹകരിച്ചതിനാൽ തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കില്ലെന്നാണ് സൂചന. ഡോളർ കടത്തിന്റെ, സ്വർണ്ണക്കടത്തിന്റെ, അധികാര ദുർവിനിയോഗത്തിന്റെ ഒക്കെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുകയാണ്. മടിയിൽ കനമുള്ളവരെല്ലാം ചോദ്യം ചെയ്യൽ ഭയപ്പെടുകയാണ്. അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നീക്കങ്ങൾ എല്ലാ സത്യവും വെളിച്ചത്ത് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് സാധാരണ ജനങ്ങൾ. ഇതിനിടെ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണിയുണ്ടെന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ വന്നു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പേര് പറയാതിരിക്കാൻ ജയിലിലെത്തി ചിലർ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ പരാതി. നെയ്യാറ്റിങ്കര സ്വദേശിയുടെ പരാതിയിലായിരുന്നു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഫോർട്ട് പോലീസ് CIക്കായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ സ്വപ്നയ്ക്ക് ഭീഷണി ഉണ്ടായിട്ടില്ലെന്ന് സമർത്ഥിക്കാനായിരുന്നു സർക്കാർ നീക്കങ്ങൾ. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് കുറ്റക്കാരെ കണ്ടെത്താനായിരുന്നു കോടതി നിർദ്ദേശം. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് അന്വേഷണ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് തന്നെ ചിലർ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു സ്വപ്ന പരാതിപ്പെട്ടത്. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെന്നുമാണ് ജയിൽ വകുപ്പ് വ്യക്തമാക്കിയത്. ബന്ധുക്കളും അഭിഭാഷകനും മാത്രമാണ് സ്വപ്നയെ കണ്ടതെന്നും ജയിൽ വകുപ്പ് വിശദീകരിച്ചിരുന്നു. ജയിൽ ജീവനക്കാരിൽ ചിലർ തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കാമെന്ന സംശയം സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികളും പ്രകടിപ്പിച്ചിരുന്നു. സ്വപ്ന നടത്തിയ മൊഴികളാണിപ്പോൾ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനിലേക്കും അന്വേഷണം എത്തിച്ചിരിക്കുന്നത്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ധൂർത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഉത്തരം തേടുന്ന ദിനങ്ങളാണ്. തെറ്റുകൾ മറയ്ക്കാൻ പുതിയ തെറ്റുകളിലേക്കുള്ള യാത്രക്കിടെ പിടിക്കപ്പെടുമ്പോഴാണ് തുടക്കം മുതൽക്ക് ഇങ്ങോട്ട് ഓർത്തെടുക്കേണ്ടി വരിക. അങ്ങനെ അതൊക്കെ കൃത്യമായി ഓർമ്മിപ്പിച്ച് മറുപടി കേൾക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നത്. എന്തായാലും സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരട്ടെ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും, കൂടുതൽ കണ്ടെത്തലുകളും. നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട് 28 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം പ്രതികൾക്ക് ശിക്ഷ വിധിച്ച വാർത്ത മനസ്സിൽ നിന്ന് മായും മുമ്പ് തന്നെ വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികൾ വീണ്ടും വാർത്തയിൽ നിറഞ്ഞ ആഴ്ചയായിരുന്നു കടന്നുപോയത്.
പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കുട്ടികളുടെ അച്ഛനമ്മമാർ. വാളയാർ പീഡനക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ പുനർവിചാരണ നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തുടരന്വേഷണത്തിന് പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 4 പ്രതികളും ഈ മാസം 20-ന് വിചാരണ കോടതി മുൻപാകെ ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ 6-ാം തീയതി ജനം TV നൽകിയ വാർത്തയിലേക്ക്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കി സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് 2019 ഒക്ടോബറിൽ 4 പ്രതികളെയും പാലക്കാട് പോക്സോ കോടതി വെറുതെ വിടുന്നത്. ഇതിനെതിരെ സർക്കാരും പെൺകുട്ടികളുടെ രക്ഷിതാക്കളും നൽകിയ അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. പുനർവിചാരണ നടത്തണമെന്ന് ഉത്തരവിട്ട കോടതി ആവശ്യമെങ്കിൽ പുനരന്വേഷണത്തിനായി പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് അന്വേഷിച്ച പോലീസിനും കേസ് നടത്തിയ പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചതായി ഹൈക്കോടതി വിമർശിച്ചു. കേസ് പരിഗണിക്കുന്നതിൽ പോക്സോ കോടതി ജഡ്ജി അലംഭാവം കാട്ടി. അന്വേഷണ സംഘം കൃത്യമായി തെളിവുകൾ ശേഖരിച്ചില്ലെന്നും വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് നേരത്തെ സംസ്ഥാന സർക്കാരും വാദമധ്യേ തുറന്നു സമ്മതിച്ചിരുന്നു. പോക്സോ കോടതി ജഡ്ജിമാർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി പ്രതികൾ 4 പേരും ഈ മാസം 20-ന് തന്നെ വിചാരണ കോടതി മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചു. 2017 ജനുവരി 13-നും മാർച്ച് 4-നുമാണ് 13ഉം 9ഉം വയസ്സുള്ള കുട്ടികളെ വാളയാറിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടികൾ നിരന്തരമായി പീഡനത്തിനിരയായതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. വാളയാർ പീഡനക്കേസ് അന്വേഷണത്തിലെ അട്ടിമറി ശരിവെച്ചു ഹൈക്കോടതി. ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ നടത്തിയ അലംഭാവവും അവഗണനയും കോടതി എടുത്തു പറഞ്ഞു. വാളയാർ കേസിലെ ലോക്കൽ പോലീസിന്റെ പങ്ക് എക്കാലവും കേരള പോലീസ് ചരിത്രത്തിലെ കറുത്ത ഏടായി തന്നെ നിലനിൽക്കും. ലോക്കൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ സംസ്ഥാന പോലീസ് സേനയ്ക്ക് ഒന്നാകെ നാണക്കേടാണ് എന്നാണ് വിധിന്യായത്തിൽ കോടതി വിമർശിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ അന്വേഷണത്തിൽ ലോക്കൽ പോലീസ് നടത്തിയ നാണം കെട്ട കളികൾ അവജ്ഞയുണ്ടാക്കുന്നതാണെന്ന് വരെ കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി പാളിച്ചകൾ പറ്റി. വിചാരണ കോടതി ജഡ്ജിയുടെ പ്രവർത്തന രീതി നിരാശാജനകമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. വാളയാർ പീഡനക്കേസ് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിലാണ് സംസ്ഥാന പോലീസിനു നേരെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. കേസിന്റെ പ്രാരംഭഘട്ടത്തിലെ അന്വേഷണം അവജ്ഞ ഉളവാക്കുന്നതാണ്. തുടക്കത്തിലെ പാളിച്ചകൾ മൂലം പിന്നീടുള്ള അന്വേഷണം ഫലപ്രദമായില്ല. കാര്യക്ഷമതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസിന് ഒന്നാകെ നാണക്കേടാണെന്നും വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രധാനപ്പെട്ട കേസുകളുടെ അന്വേഷണത്തിലെ വീഴ്ചകൾ ഭരണ സംവിധാനത്തോട് അവമതിപ്പുണ്ടാക്കുമെന്നാണ് മറ്റൊരു നിരീക്ഷണം. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കേസുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് എ ഹരിപ്രസാദ്, ജസ്റ്റിസ് MR അനിത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസ് പരിഗണിച്ച വിചാരണ കോടതിക്ക് നേരെയും ഹൈക്കോടതിയുടെ വിമർശനമുണ്ട്. വിചാരണ കോടതി ജഡ്ജിയുടെ പ്രവർത്തന രീതി നിരാശാജനകമാണ്. തെളിവുകൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും വിധിയിൽ പറയുന്നുണ്ട്. അതേസമയം കേസ് അന്വേഷണത്തിലും വിചാരണ വേളയിലും അട്ടിമറി നടന്നുവെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി. കേസിൽ പെൺകുട്ടികളുടെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കണമെന്ന് കാത്തുകാത്തിരിക്കുന്ന കുറെ പേർ നമ്മുടെ നാട്ടിലുണ്ട്. തങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന 2 കൊച്ചു പെൺകുട്ടികൾ, അവരെ ഇല്ലാതാക്കിയവർക്ക് അർഹമായ ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടുകാരിൽ ചിലർ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. എന്നാൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് കേസിലെ സാക്ഷി അബ്ബാസ് പറയുന്നു. കേസ് അട്ടിമറിച്ചത് CPM ഇടപെടൽ മൂലമാണെന്നും അബ്ബാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തുടർ വിചാരണയല്ല, സ്വതന്ത്രമായ അന്വേഷണമാണ് വേണ്ടതെന്ന് കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജലജ മാധവൻ പറഞ്ഞു. വാളയാർ കേസ് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് പ്രദേശവാസികൾ. എന്നാൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇനി വേണ്ടതെന്ന് കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ അബ്ബാസ് പറഞ്ഞു. പ്രതികൾക്ക് CPM പ്രാദേശിക നേതാക്കളുമായി ബന്ധമുണ്ട്. ആദ്യ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതും പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയതും പാർട്ടി നേതാക്കളാണ്. CPM-ന്റെ ആൾക്കാർ പറഞ്ഞു നമ്മുടെ ഈ ചുറ്റുപാട് കംപ്ലൈന്റ് CPM-ന്റെ ആൾക്കാരാണ്. ഈ പ്രതികളും CPM-ന്റെ പ്രതികളൊന്നും ആയിട്ടില്ലല്ലോ ഇവര്. ഇവരുടെ പോലീസിന്റെ സംശയത്തിൽ അമ്മ പറഞ്ഞ ഒരു മൊഴിക്ക് പോലീസുകാർ കൊണ്ടുപോയി 9 മണിക്ക് കൊണ്ടുപോയി 12 മണിയാകുമ്പോൾ മോചിപ്പിച്ചിട്ട് വന്നു. അത് ഈ ലോക്കൽ നേതാക്കന്മാരാണ്, CPM-നെ ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാരാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ തുടർ വിചാരണയല്ല,
സ്വതന്ത്രമായ അന്വേഷണമാണ് വേണ്ടത് എന്നാണ് കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജലജ മാധവന്റെ പ്രതികരണം. പുനർവിചാരണ കൊണ്ട് കാര്യമില്ല, കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അട്ടിമറിച്ചതാണെന്നും ജലജ മാധവൻ പറഞ്ഞു. പുനർവിചാരണ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആത്മഹത്യ എന്നുള്ള ചാർജിലാണ് പുനർവിചാരണ. ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ രണ്ടാമത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുട്ടിയുടെ മാതാപിതാക്കളും ഇതൊരു ആത്മഹത്യ എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു കൊലപാതകം തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുനർവിചാരണ അതേ തെളിവുമില്ല, അതേ സാക്ഷികളും അതേ സാക്ഷിമൊഴികളും വെച്ചുള്ള ഒരു പുനർവിചാരണയിൽ വലിയ വിശ്വാസമില്ല. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചാൽ കേസ് ഇനിയും അട്ടിമറിക്കപ്പെടും. അതിനാൽ CBI പോലുള്ള ഒരു ഏജൻസി കേസ് അന്വേഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു. പീഡന തീവ്രത അളക്കാൻ വനിതകളടക്കമുള്ള വിദഗ്ധ സംഘം സ്വന്തമായുള്ള പാർട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീഡനം നടന്നില്ലെങ്കിൽ അത് അവരുടെ തൊഴിൽ സാധ്യതയെ ബാധിക്കുമോ എന്ന ഭയവുമുണ്ടാകാം. എല്ലാ മേഖലകളിലും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ സർക്കാർ നയം. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാരം, ഡേറ്റ വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സർക്കാരിന് പീഡന തീവ്രത അളവുതൂക്ക വിഭാഗത്തെയും ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ കേസ് CBI അന്വേഷിക്കണം എന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് വാളയാർ പെൺകുട്ടികളുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നിവേദനം നൽകി. അന്വേഷണം അട്ടിമറിച്ച സംസ്ഥാന പോലീസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിശ്വാസമില്ല. വീണ്ടും അവർ തന്നെ കേസ് അന്വേഷിച്ചാൽ മറിച്ചൊന്നും സംഭവിക്കില്ല എന്ന് അനുഭവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിച്ച് നിവേദനം നൽകാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ ഓഫീസിൽ നിവേദനം നൽകി കുടുംബത്തിന് മടങ്ങേണ്ടി വന്നു. വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുമെന്ന നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് കഴിഞ്ഞത്. എന്നാൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം ദയനീയ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചത്. തിരുവനന്തപുരത്തെത്തിയ പെൺകുട്ടികളുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാനായില്ല. പകരം ഓഫീസിൽ നിവേദനം നൽകി മടങ്ങേണ്ടി വന്നു. മുഖ്യമന്ത്രിനെ കണ്ടില്ല. സെക്രട്ടറി മോഹനെയാണ് കണ്ടത്. സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് CBI അന്വേഷണം വേണം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ്. ആളില്ലാത്തതുകൊണ്ട് ആളിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ഞങ്ങൾക്ക് CBI അന്വേഷണം വേണം. അത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ സർക്കാർ നമ്മളോട് കുടുംബത്തിനോട് ഉണ്ടെന്ന് പറയല്ലാണ്ട് ഒരു പ്രവൃത്തിയിലൊന്നും കൊണ്ടുവന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആവശ്യത്തിൽ അവർ കോടതിയും സർക്കാരും ഒക്കെ പറഞ്ഞ അവസ്ഥയ്ക്ക് വീഴ്ച പറ്റിയത് പോലീസുകാർക്കാണെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ വാക്ക് വിശ്വസിക്കണമെങ്കിൽ അവർ ഈ പറഞ്ഞ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്ത് അവരിനെ സർവീസിൽ നിന്ന് പുറത്താക്കി കാണിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അവരുടെ വാക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. കേസ് അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥരായ സോജനെതിരെയും ചാക്കോയ്ക്കെതിരെയും നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഉറപ്പു പറഞ്ഞിട്ടും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണം. നേരത്തെ ഭീഷണിപ്പെടുത്തി പ്രതി ചേർത്ത പ്രവീൺ എന്ന യുവാവിന്റെ മരണവും പുനരന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. 2017 ജനുവരി മാർച്ച് മാസങ്ങളിലായാണ് 13ഉം 8ഉം വയസ്സുള്ള പെൺകുട്ടികൾ വാളയാറിൽ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ പീഡനം ഇപ്പോൾ അനുഭവിക്കുന്നത് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. തങ്ങളുടെ സ്വപ്നം ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്നത് കാണേണ്ടി വന്നതിനേക്കാൾ വേദനയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഒരു ഭരണകൂടം ദയയില്ലാതെ പെരുമാറുന്നത് എന്തിനെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയുമില്ല. തങ്ങളുടെ വേദനകൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയല്ല അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഒന്നു കാണാൻ പോലും തയ്യാറാകാത്ത ധാർഷ്ട്യത്തിന് മുമ്പിൽ തകർന്നു പോയവർ മാത്രമാണ് അവരിപ്പോൾ. സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ പൊള്ളത്തരം മറ്റാരേക്കാളും നന്നായി അവർക്കിപ്പോൾ മനസ്സിലാകും. പീഡനം പോലും രാഷ്ട്രീയ സാധ്യതയായി കാണുന്നവർക്ക് ഇതും രാഷ്ട്രീയമായിരിക്കും. എങ്കിലും ഒന്നോർക്കുക, പീഡനത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഒരു ചോദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ എന്നും ഉണ്ടാകും. ഉത്തരം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ. അഴിമതിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. VS ശിവകുമാർ MLA കോടികളുടെ ബിനാമി ഇടപാടുകൾ നടത്തിയെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു.
തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് VS ശിവകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്ന് കണ്ടെത്തിയത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രിയായിരിക്കെ VS ശിവകുമാർ കോടികളുടെ ബിനാമി ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. ശിവകുമാർ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഭാര്യയുടെ പിതാവിന്റെ പേരിലും VS ശിവകുമാർ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും വിജിലൻസ് കണ്ടെത്തി. ശിവകുമാറിന്റെ ബന്ധുക്കളും പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുമായിരുന്ന 7 പേരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലും ബന്ധുക്കളുടെ പേരിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ശിവകുമാറിന് ഭൂമിയുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് SP ഷാജി സുഗുണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ധനമന്ത്രിയുണ്ട് നമുക്ക്. കണക്കുകൾ കേട്ടാൽ നാളെ എങ്ങനെ നേരം പുലരുമെന്ന് തോന്നും. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് ഒക്കെ ഓർത്തുപോകും. അതിനിടയിൽ മന്ത്രി EP ജയരാജന്റെ ശുപാർശയിൽ ഒരു നല്ല കാര്യം നടന്നിരിക്കുന്നു. മന്ത്രിയുടെ ശുപാർശ പ്രകാരം ഖാദി ബോർഡ് സെക്രട്ടറി KA രതീഷിന്റെ ശമ്പളം 1,72,000 രൂപയായി ഉയർത്തി. മന്ത്രി EP ജയരാജന്റെ ശുപാർശയിലാണ് തീരുമാനത്തിന് ഖാദി ബോർഡ് അംഗീകാരം നൽകിയത്. കശുവണ്ടി ഇറക്കുമതി അഴിമതിയിലെ പ്രതിയാണ് KA രതീഷ്. 80,000-ൽ നിന്നും 3.5 ലക്ഷമാക്കി ഉയർത്തണമെന്നായിരുന്നു KA രതീഷ് ഖാദി ബോർഡ് വൈസ് ചെയർമാന് നൽകിയ കത്തിൽ ഉന്നയിച്ചിരുന്ന ആവശ്യം. എന്നാൽ കിൻഫ്ര MDക്ക് തുല്യമായ ശമ്പളം നൽകിയാൽ മതിയെന്ന നിലപാടാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ കൈക്കൊണ്ടത്. ഇതിനു പിന്നാലെ രതീഷ് തന്നെ ഖാദി ബോർഡ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചെങ്കിലും ഇത് വിവാദമായിരുന്നു. 5 പേർ ശമ്പളം കൂട്ടുന്നതിനെ എതിർത്തു. 2 പേർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പിന്തുണച്ചത്. എന്നാൽ ഖാദി ബോർഡ് ചെയർമാനായ വ്യവസായ മന്ത്രി EP ജയരാജനും രതീഷിനായി നിലകൊണ്ടു. ഇതോടെ ശമ്പളം 1,72,000 ആക്കി ഉയർത്താൻ ബോർഡ് തീരുമാനമെടുക്കുകയായിരുന്നു. ഒരാൾ നല്ല ശമ്പളം വാങ്ങി നന്നായി ജീവിക്കട്ടെ എന്ന് കരുതുന്നതിൽ എന്താണ് തെറ്റ്? തങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാതെ ജീവിച്ചോട്ടെ എന്ന് കരുതുന്ന മന്ത്രിയുടെ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. സുതാര്യവും പ്രശ്നരഹിതവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കാനായി സർവ്വസജ്ജമായ ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പതിവിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയും വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനിടെ നടന്ന ചില അനാശാസ്യമായ കൈകടത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ MLA ഭീഷണിപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥൻ നൽകിയ പരാതി. ഉദുമ MLA K കുഞ്ഞിരാമൻ കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത്രേ. പ്രിസൈഡിംഗ് ഓഫീസറായി പ്രവർത്തിച്ച കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ KM ശ്രീകുമാറാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണി തുറന്നു പറഞ്ഞിരിക്കുന്നത്. വോട്ടർമാരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചതിന്റെ പേരിലായിരുന്നു ഭീഷണി. കള്ളവോട്ട് തടയാനായിരുന്നു നടപടി. ഇടത് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ 2 പേരെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കാസർഗോഡ് ആലക്കോട് സമീപം ചെറുപാറ ഗവൺമെന്റ് AP സ്കൂളിലെ ബൂത്തിലാണ് സംഭവം ഉണ്ടായത്. പാർട്ടി ഗ്രാമത്തിലെ ബൂത്തിൽ വോട്ടിങ്ങിനിടെ ഉദുമ MLA K കുഞ്ഞിരാമൻ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. പ്രിസൈഡിംഗ് ഓഫീസർ ഡോക്ടർ KM ശ്രീകുമാർ ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. എന്നാൽ പോളിംഗ് ബൂത്തിന് പുറത്ത് പ്രിസൈഡിംഗ് ഓഫീസർ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇടപെട്ടതാണെന്നാണ് MLAയുടെ പ്രതികരണം. തൊട്ടപ്പുറത്തെ ബൂത്തിലാണ് എന്റെ വോട്ട്, ഇങ്ങേപ്പുറത്തെ ബൂത്തിലായിരുന്നു ഈ സംഭവം നടന്ന ബൂത്ത് എന്ന് പറയുന്നത്. അവിടെ എന്തോ ബഹളം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ പോയി വോട്ട് ബൂത്തിൽ പോയി ഞാൻ വോട്ട് ചെയ്ത് തിരിച്ച് വരുമ്പോ ഈ വരാന്തയിലകത്ത് വലിയ പ്രശ്നമായിരുന്നു. ആ വരാന്തയിൽ കയറി ഞാനിത് അന്വേഷിച്ചപ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ ഇയാള് വരാന്തയിൽ കയറിയിട്ട് ഈ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് ആളുകൾ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ ആളെല്ലാം കൂടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, വോട്ടർമാരെല്ലാം കൂടി. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ഓഫീസ് റൂമിന്റെ അകത്ത് പോകും, നിങ്ങൾ പുറത്തു വന്ന് പരിശോധിക്കുന്നത്. അതല്ല എനിക്കല്ല, ഇവരെ പരിശോധിച്ച് മാത്രമേ ഉള്ളിലേക്ക് വിടാൻ കഴിയൂ എന്ന് പറഞ്ഞ് ആടുന്ന് വലിയ ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ ഇയാൾ പറഞ്ഞാൽ കേൾക്കില്ല. അവസാനം ഞാൻ പോലീസ് വന്നു, പോലീസുകളെ വിട്ട് കുറിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോയി ചെയ്തു. എന്തൊക്കെ നടന്നു പിന്നെ എനിക്കറിയുന്നില്ലാണ്. KM ശ്രീകുമാർ പ്രിസൈഡിംഗ് ഓഫീസറായ ബൂത്തിന് തൊട്ടടുത്തുള്ള മുറിയിലെ ബൂത്തിലാണ് MLA വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയ MLA തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ശ്രീകുമാർ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. കാലുവെട്ടുമെന്ന് MLA ഭീഷണി മുഴക്കിയതായും ശ്രീകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജില്ലാ കളക്ടറുമായി സംഭവം നടന്ന ഉടനെ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്.
എന്നാൽ ചട്ടപ്രകാരം രേഖകൾ പരിശോധിക്കാനുള്ള അധികാരം ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി എഴുതി നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിത്രീകരിച്ച വീഡിയോയുടെ പിൻബലത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും കേരള കാർഷിക സർവകലാശാല ഇടതുപക്ഷ അധ്യാപക യൂണിയൻ ഭാരവാഹി കൂടിയായ KM ശ്രീകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുമൊക്കെ മാസങ്ങളായി നമ്മൾ കേട്ടുവരികയാണ്. അതിനിടെ ജനിതകമാറ്റം വന്ന കൊറോണ സൃഷ്ടിക്കുന്ന ആശങ്ക വേറെ. ഭീതിജനകമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടെ നടന്ന ഒരു നിയമലംഘനം ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ടർ ബിനു മുരളീധരൻ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചു. നോർക്കയുടെ ഭാഗമായുള്ള NDPREM പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കൊല്ലത്ത് കൊറോണ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി. സംഭവം പരിശോധിക്കുമെന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ജനം ബ്രേക്കിംഗിലേക്ക്. നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായുള്ള NDPREM-ൽ രജിസ്റ്റർ ചെയ്യുന്ന പദ്ധതിയാണ് കൊല്ലം CK ശിവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്നത്. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് തിരികെ എത്തിയ പ്രവാസികളുടെ ജീവിതമാർഗത്തിനായി ഒരു സുസ്ഥിര സംരംഭക മാതൃക വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിയിൽ ചേരാൻ നിരവധി പേരാണ് എത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും ക്രമാതീതമായ ജനക്കൂട്ടം പലപ്പോഴും അതിന് വിഘ്നം വരുത്തി. ആ ക്യാമ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തത് 100 ചില്ലുവാനം പേരെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. പക്ഷേ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ഒരുപാട് പ്രവാസികൾ ഇതിനു വേണ്ടി ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടി വന്നു. നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നത് എല്ലാവരുടെയും ടെമ്പറേച്ചർ പരിശോധിക്കുകയും അവർക്ക് സാനിറ്റൈസർ വിതരണം ചെയ്യുകയും സീറ്റുകളിൽ സാമൂഹ്യ അകലം പാലിച്ചൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ആളുകളുടെ ബാഹുല്യം കാരണം കുറച്ച് അസൗകര്യങ്ങൾ നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിലും പരമാവധി നമ്മൾ ബാക്കി വന്നവരെ നമ്മൾ തിരിച്ചയക്കുകയും അവരുടെ അപേക്ഷകൾ വാങ്ങിവെച്ചു. ആ അപേക്ഷകൾക്കനുസരിച്ച് ഓരോരുത്തരെയും വ്യക്തിപരമായി അവരെ ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തും. കാർഷിക വ്യവസായം, കച്ചവടം, സേവനങ്ങൾ, വാഹന വായ്പ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് തിരികെ എത്തിയ പ്രവാസികൾക്കായി നോർക്ക നടത്തുന്നത്. അതേസമയം ഇന്ന് നടന്ന പദ്ധതി രജിസ്ട്രേഷനിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചത് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. പുതിയ വൈറസുകളുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനിടെ കാണിക്കുന്ന ഈ അലംഭാവം കാണാതെ പോയാൽ അതിന്റെ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരിക പാവം ജനങ്ങൾ തന്നെയാവും. ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്തേ.